പണ്ടൊരു ഗ്രാമത്തിൽ ഒരു മില്ലുടമ താമസിച്ചിരുന്നു. അയാൾക്ക് സ്വന്തമായി ഒരു മില്ലും ഒരു കഴുതയും ഒരു പൂച്ചയുമാണ് ഉണ്ടായിരുന്നത്. അയാളുടെ മരണശേഷം അയാളുടെ 3 ആൺമക്കൾക്കുമായി അയാളുടെ സ്വത്തുക്കളെല്ലാം വിഭജിക്കപ്പെട്ടു. തന്ത്രശാലിയായ ആദ്യത്തെ മകൻ മില്ലും രണ്ടാമത്തെ മകൻ കഴുതയെയും സ്വന്തമാക്കി. മൂന്നാമന് കിട്ടിയതാകട്ടെ ഒരു പൂച്ചയെ മാത്രമാണ്. പൂച്ചയെ കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകുകയില്ലെന്ന് കരുതി ഇളയവൻ നിരാശനായി. എന്നാൽ പൂച്ചയാകട്ടെ വലിയ ബുദ്ധിശാലിയുമായിരുന്നു. അവൻ തൻ്റെ പുതിയ യജമാനനോട് പറഞ്ഞു, "നീ വിഷമിക്കേണ്ട, എനിക്കൊരു ബാഗും കാലിലിടാൻ ബൂട്ട്സും സംഘടിപ്പിച്ചു തരണം. എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം." ഇളയ മകന് പൂച്ച പറഞ്ഞത് വലിയ വിശ്വാസമൊന്നുമായില്ലെങ്കിലും മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാൽ പൂച്ച പറഞ്ഞതുപോലെ അവൻ ബൂട്ട്സും ബാഗും എത്തിച്ചു കൊടുത്തു. പൂച്ച ബൂട്ട്സും ധരിച്ച് ബാഗും എടുത്ത് കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയ അവൻ ഒരു മുയലിനെ പിടിച്ച് ബാഗിനുള്ളിൽ വെച്ചു. എന്നിട്ട് നേരെ രാജകൊട്ടാരത്തിലേക്ക് പോയി മുയലിനെ രാജാവിന് മുന്നിൽ കാഴ്ചവെച്ചു. അതിനുശേഷം അവൻ പറഞ്ഞു, "ഇതെൻ്റെ യജമാനനായ കരാബസിലെ മാർക്വിസിൽ നിന്നും അങ്ങേക്കുള്ള സമ്മാനമാണ്." സമ്മാനം കണ്ട് രാജാവ് സന്തോഷവാനായി. എന്നാലും സമ്മാനം അയച്ച ആളുടെ പേര് അല്പം വിചിത്രമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പൂച്ച പിന്നെയും ഇടയ്ക്കിടയ്ക്ക് രാജാവിന് ഓരോ സമ്മാനങ്ങൾ കാഴ്ചവെച്ചു. അവയെല്ലാം തൻ്റെ യജമാനനായ കരാബസിലെ മാർക്വിസ് തന്നയച്ചതാണെന്നാണ് അവൻ പറഞ്ഞത്. രാജാവിന് കരാബസിലെ മാർക്വിസിനോട് വല്ലാത്തൊരു മതിപ്പ് തോന്നി തുടങ്ങി. അയാളെ ഒന്ന് കാണണമെന്ന് രാജാവ് തീരുമാനിച്ചു. തൻ്റെ യജമാനനെ അന്വേഷിച്ച് രാജാവ് വരുന്നുണ്ടെന്നറിഞ്ഞ പൂച്ച രാജാവിന് മുന്നേ തന്നെ യജമാനന്റെ അടുത്തെത്തി. പൂച്ചയുടെ യജമാനന് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മോശം വസ്ത്രങ്ങൾ രാജാവ് കാണാതിരിക്കാൻ പൂച്ച ഒരു ഉപായം കണ്ടെത്തി. പൂച്ച അവനോട് വസ്ത്രമെല്ലാം മാറ്റി പുഴയിലിറങ്ങി കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. രാജാവിൻ്റെ മഞ്ചൽ പുഴയ്ക്കരികിലെത്തിയപ്പോൾ പൂച്ച സഹായത്തിനായി അപേക്ഷിച്ചുകൊണ്ട് രാജാവിന് നേരെ ഓടി. എന്നിട്ട് പറഞ്ഞു, "എൻ്റെ യജമാനനായ കരാബസിലെ മാർക്വിസിനെ കള്ളന്മാർ ആക്രമിച്ചിരിക്കുന്നു. ജീവൻ രക്ഷിക്കുവാനായി അദ്ദേഹത്തിന് പുഴയിലേക്ക് ചാടേണ്ടി വന്നു." പാവം മാർക്വിസിന്റെ ദുർവിധി ഓർത്ത് രാജാവിന് വിഷമം തോന്നി. അവന് നല്ല വസ്ത്രങ്ങൾ നൽകുവാൻ അദ്ദേഹം ഭടന്മാരോട് കൽപ്പിച്ചു. നല്ല വസ്ത്രങ്ങൾ ധരിച്ച അവനെ കണ്ടാൽ ഒരു പണക്കാരനാണെന്ന് ആർക്കും തോന്നുമായിരുന്നു. അതിനുശേഷം പൂച്ച അവരെ ഒരു വലിയ മണിമാളികയിലേക്ക് ആനയിച്ചു. ശരിക്കും ആ മാളിക ഒരു ഭയങ്കര രാക്ഷസിൻ്റേതായിരുന്നു. പൂച്ച അവർക്ക് മുന്നേ തന്നെ മാളികയിലെത്തി. എന്നിട്ട് അവൻ രാക്ഷസനോട് പറഞ്ഞു, "നിങ്ങൾക്ക് വേഷം മാറാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത് വെറും നുണയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ശരിക്കും സത്യമാണോ എന്നറിയാനാണ് ഞാൻ വന്നത്." രാക്ഷസന് തൻ്റെ ശക്തികൾ ആരുടെയെങ്കിലും മുൻപിൽ കാണിക്കാൻ വലിയ താല്പര്യമായിരുന്നു. അവൻ ഞൊടിയിട കൊണ്ട് വേഷം മാറി ഒരു സിംഹമായി. ഇത് കണ്ട പൂച്ച പറഞ്ഞു, "സിംഹവും പുലിയുമെല്ലാം നിങ്ങളുടെ രൂപത്തോട് വലിയ സാദൃശ്യമുള്ള ജീവികളാണ്. നിങ്ങൾക്കൊരു എലിയായോ മറ്റോ മാറാൻ സാധിക്കുമോ?" തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള വ്യഗ്രതയിൽ രാക്ഷസൻ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഒരു എലിയായി മാറി. പൂച്ച ഒറ്റയടിക്ക് അവൻ്റെ മേൽ ചാടി വീണ് അവൻ്റെ കഥ കഴിച്ചു. അങ്ങനെ രാജാവ് വന്നപ്പോഴേക്കും മാളികയുടെ യഥാർത്ഥ ഉടമസ്ഥനായ രാക്ഷസന്റെ കഥ കഴിഞ്ഞിരുന്നു. കറാബസിലെ മാർക്വിസിന്റെ മണിമാളിക കണ്ട് രാജാവിന് അവനോട് വലിയ മതിപ്പ് തോന്നി. ധനികനും സുന്ദരനുമായ അവനെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. വൈകാതെ തന്നെ കറാബസിലെ മാർക്വിസ് എന്ന് പൂച്ച പരിചയപ്പെടുത്തിയ മില്ലറുടെ ഇളയ മകൻ രാജകുമാരിയെ വിവാഹം കഴിക്കുകയും പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിക്കുകയും ചെയ്തു. തൻ്റെ സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണമായ ബുദ്ധിമാനായ പൂച്ചയെയും അവൻ കൂടെ കൂട്ടി.